തന്നെയാണ്. ഇപ്പോൾ റോഷിബാലിലേക്ക് കൂടി പോകുന്നു. റോഷിബാൽ, നേതാക്കൾ പറയുന്നത് കേട്ടല്ലോ അല്ലേ? ദീപ്തി മേരി വർഗീസ് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കാണേണ്ടതാണ്, മുഖ്യമന്ത്രി അത് കേൾക്കേണ്ടതാണ്. റോഷ്നി, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് KSU സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്നത്. ആ വിഷയം കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നത് ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് അങ്ങനെ ആ വിഷയം പറയുന്നത്. ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് കഴിഞ്ഞ 3 വർഷക്കാലമായി KSU സംസ്ഥാന അധ്യക്ഷൻ നയിച്ച ഒരു സമരത്തിൽ അത് പരിക്കേറ്റാലോ ജയിലിൽ കിടന്നാൽ പോലും ആ വിഷയത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇടപെട്ടിരുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപം കൂടിയാണ് ഇപ്പോൾ KSU സംസ്ഥാന നേതൃത്വം ഉയർത്തുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം അത് UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല ഘട്ടത്തിൽ പോലീസ് മർദ്ദനമേറ്റു. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ആശുപത്രിയിലായി, പിന്നീട് ജയിലിൽ കിടന്നു. ആ ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ആശുപത്രിയിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കാണാനോ ജയിലിൽ കഴിയുന്ന KSU സംസ്ഥാന അധ്യക്ഷനെ കാണാനോ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പരാതി കൂടി ഉയരുകയാണെങ്കിൽ എന്താണ് KSU സംസ്ഥാന നേതൃത്വത്തോട് മുഖ്യമന്ത്രി VD സതീശനുള്ള വൈരാഗ്യം എന്നതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ KSU നേതൃത്വം അല്പം മുമ്പ് അറിയിച്ചത്. ഏതായാലും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വർഷക്കാലമായി KSUവിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരു തരത്തിലും സഹായം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ VD സതീശൻ്റെ ഭാഗത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അതേസമയം GP നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് ഉന്നയിച്ച പരാതി പോലെയല്ല KSU സംസ്ഥാന നേതൃത്വം അവിടെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി ഉന്നയിച്ച ഗൗരവമേറിയ പരാതി ഏറ്റെടുത്ത് ആ കാര്യം അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനാനുമതി തേടിയത്. ആ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി പോലും മുഖ്യമന്ത്രി നൽകാത്തതിലുള്ള പ്രയാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇതിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നേതാക്കളുമുണ്ട്, ഇപ്പോൾ KSU സംസ്ഥാന നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഈ കൂടിക്കാഴ്ച ഇന്ന് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മഞ്ഞുരുകി അവിടെ പ്രശ്നങ്ങൾ തീരുമായിരുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും ഈ പ്രശ്നങ്ങൾ തീരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ വന്നതെങ്കിൽ മുഖ്യമന്ത്രി ആ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. ഒരുപക്ഷെ രൂക്ഷമായ KSU സംസ്ഥാന നേതാക്കളുടെ പ്രതികരണത്തിൽ ഉള്ള ഒരു പ്രതിഷേധം കൂടിയായിരിക്കാം, അതിലെ ഒരു അമർഷം കൂടിയായിരിക്കാം മുഖ്യമന്ത്രി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഒരു കൂടിക്കാഴ്ച ഇനിയും വൈകിയാൽ ഇത് കൂടുതൽ നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയും അത് വലിയ വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ KSU സംസ്ഥാന നേതൃത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുമ്പോൾ അത് 2 വിഭാഗത്തിലായി നിന്നുകൊണ്ട് നേതാക്കൾ പരസ്പരം വാക്പോര് തുടരുന്ന സാഹചര്യമാണ്. അങ്ങനെ ഓരോ മണിക്കൂറിലും ഓരോ നേതാക്കൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് BRM ഷഫീർ രൂക്ഷ വിമർശനവുമായി VR അനൂപിനെതിരെ തിരിഞ്ഞപ്പോൾ VR അനൂപ് BRM ഷഫീറിന് മറുപടിയുമായി രംഗത്തുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് സാമൂഹ്യ മാധ്യമത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഈ മീഡിയ പാനലിസ്റ്റുകൾ പരസ്പരം പോരടിക്കുകയാണ്. സമാനമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയൊക്കെ നേതാക്കൾ നേരിട്ടും അല്ലാതെയുമുള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഇനി മുതിർന്ന നേതാക്കളോ പാർട്ടി നേതൃത്വമോ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി മുഖ്യമന്ത്രി ഒരു തരത്തിൽ പ്രശ്നം തീരട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് കൂടിക്കാഴ്ചയ്ക്ക് നൽകുമോ എന്നതാണ് പ്രധാനം. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതുവരെ ഒരുപക്ഷെ KSU നേതൃത്വം അവരുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിന് പരസ്യമായ പ്രതികരണങ്ങളിലേക്ക്, രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് അലോഷ്യസ് സേവ്യർ കടക്കുമോ എന്നാണ് പ്രധാനമാവുക. റോഷിബാൽ, ഇതിലിപ്പോൾ മുതിർന്ന നേതാക്കൾ KC വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഇടപെടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അവർക്കൊക്കെ ഏറ്റവും ഒടുവിലുള്ള നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? റോഷ്നി, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. കാരണം KSUവിനെ ഈ തരത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു എന്ന ഒരു പൊതു അഭിപ്രായമാണ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. മുഖ്യമന്ത്രി ഏതർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ലെങ്കിൽ പോലും പുറത്തു വന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗം നേതാക്കളും അത് ശരിയായില്ല എന്ന് തന്നെയാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും നേതാക്കൾ മുൻകൈ എടുക്കണമെങ്കിൽ ഒന്നുകിൽ KPCC അധ്യക്ഷൻ മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ. ഇപ്പോൾ VM സുധീരനാണ് മുഖ്യമന്ത്രി VD സതീശനുമായി ഏറ്റവും ആത്മബന്ധമുള്ള നേതാവ്. ഈ നേതാക്കളൊക്കെ ഒരുപക്ഷെ KSUവിലൂടെ വളർന്നു വന്നവരാണ്. അത് മുൻ KPCC അധ്യക്ഷന്മാർ എല്ലാവരും, MMS ആകട്ടെ, VM സുധീരനാകട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാവരും KSUവിലൂടെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചാണ് അവർ രാഷ്ട്രീയത്തിൽ സജീവമായത്, പൊതു രംഗത്തേക്ക് ഉയർന്ന പദവികളിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവർക്കൊക്കെ KSU ഒരു വികാരമാണ്. അങ്ങനെയുള്ള കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ സംസ്ഥാന അധ്യക്ഷന് മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതിരിക്കുമ്പോൾ പൊതുമധ്യത്തിൽ ആ സംഘടന അവിടെ അപഹസിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് SFIയും DYFയും ഒക്കെ പരിഹാസവുമായി രംഗത്ത് വരുമ്പോൾ അതിൽ പ്രവർത്തകർ കൂടുതൽ പ്രയാസപ്പെടുകയാണ്. ആ ഒരു സാഹചര്യം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായേക്കാം.
ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ രീതികളെ ചൊല്ലി, ശൈലിയെ ചൊല്ലിയുള്ള വിമർശനമാണ് ഉയരുന്നത്. ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം, പാർട്ടിക്കകത്തെ അതൃപ്തികൾ ആദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുൻപും പല വിഷയങ്ങളിലും ഇത് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് കാര്യം.